അതെ, കാമുകൻ കാമുകിയെ തേച്ചു, അല്ലെങ്കിൽ കാമുകി കാമുകന് നല്ല തേപ്പ് കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വളരെ പ്രസിദ്ധമാണല്ലേ? സർവ്വസാധാരണം. തേപ്പുകഥകൾ സർവ്വസാധാരണമാണ്. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് തേപ്പ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് പണി കിട്ടാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. പിന്നെ എന്തുകൊണ്ട് കാമുകൻ കാമുകിയെ തേപ്പുകഥകളെ പോലെ വലിയ പ്രസിദ്ധിയിലേക്ക് ഇത് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് വിചാരിച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ അതിന്റെ പിന്നിൽ ഉള്ളത് കൊണ്ടും നമ്മൾ സ്വയം അങ്ങ് സഹിക്കാറാണ് പതിവ്, അല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ എന്ന് വെച്ചാൽ, ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തേപ്പ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് മറ്റേതെങ്കിലും ഫ്രണ്ട്സിനെ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചുനാൾ കോണ്ടാക്റ്റിൽ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഫ്രണ്ട് പിന്നീട് വളരെ സ്നേഹത്തോടെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, നമ്മൾ അവർ കാണിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റോ ഒരു ഹാപ്പിനെസ്സോ ഒന്നും തിരിച്ചവരോട് കാണിക്കാതെ ഇങ്ങനെ ഒരു തണുത്ത പരുവത്തിൽ ഇരിക്കുമ്പോൾ, കുറേ സമയം സംസാരിച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കാറില്ലേ, എന്തു പറ്റി, ഞാൻ കുറേ നാളിന് ശേഷം വിളിച്ചിട്ടും നീ എന്താ എന്നോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലരെങ്കിലും പറയാറില്ലേ, അതെ, എനിക്കൊരു പണി കിട്ടി. ആ പണി കിട്ടിയതിന് ശേഷം ഞാൻ ഫ്രണ്ട്സിനെ ഒന്നും വലിയ രീതിയിൽ അടുപ്പിക്കാറില്ല. വരുന്നവരെയൊക്കെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ നിർത്താറുള്ളൂ. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, കാരണം എനിക്ക് ഒരു പണി കിട്ടിയതാണല്ലോ. ഇതേ രീതിയിൽ ചിലരെങ്കിലും സംസാരിക്കാറില്ലേ? അത് കേൾക്കുന്ന മറുവശത്തുള്ള ആ ഒരു ഫ്രണ്ടിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പെൺകുട്ടി അല്ലെങ്കിൽ അവൻ ഈ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമോ വരുന്നത്? അവൻ അല്ലെങ്കിൽ അവൾ നല്ല സ്നേഹത്തോടു കൂടി എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ടിനെ തേടി എങ്ങനെയൊക്കെയോ നമ്പർ തപ്പിയെടുത്ത് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അവൻ അറിയാത്ത അല്ലെങ്കിൽ അവൾ അറിയാത്ത മറ്റേതോ ഫ്രണ്ടിന്റെ പേരിൽ ഇവരുടെ സ്നേഹത്തെ അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് എത്രമാത്രം ഹീനമായ ഒരു പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മൾ നമുക്ക് കിട്ടിയ ഒരു വേദന കൊണ്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ ഒരു തേപ്പ് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ അത് ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് കേൾക്കാനുള്ള അർഹതയുണ്ടോ? അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇത് കേൾക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഒരു ഫ്രണ്ട് പണി തന്നുവെങ്കിൽ ബാക്കിയൊരു ഫ്രണ്ട്സും അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചില ഫ്രണ്ട്സിനെ കുറിച്ച് കേട്ടിട്ടില്ല, നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഒപ്പം നിൽക്കും. അത് രക്തബന്ധമെന്നോ മറ്റു ബന്ധങ്ങളോ ഒന്നും നോക്കാതെ ചില ഫ്രണ്ട്സ് ഉണ്ട്, ഇറങ്ങി അങ്ങ് തിരിക്കും നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ, രക്തബന്ധത്തെക്കാൾ വില കൊടുക്കുന്ന ഫ്രണ്ട്സ്.